നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന തൃപ്രയാർ പാലത്തിലെ ഇരുമ്പ് പൈപ്പുകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കർഷകർക്ക് തടസ്സമായി കാഞ്ഞാണി പെരുമ്പുഴ മണലൂർ താഴം പടവിൽ മറിഞ്ഞു വീണ് കിടക്കുന്ന പരസ്യ ബോർഡുകൾ. സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ പാലത്തിൽ റോഡരികിലേക്ക് മറിഞ്ഞുകിടക്കുന്ന ഇരുമ്പ് പൈപ്പുകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. സ്വകാര്യ കമ്പനികളുടെ അടക്കം കേബിളുകളും മറ്റും അടങ്ങിയ നിരവധി പൈപ്പുകളാണ് പാലത്തിൻ്റെ ഇരുവശത്തുമായി അപകടകരമായ രീതിയിൽ ഇട്ടിരിക്കുന്നത്. ഇതിൽ പാലത്തിന് തെക്കുവശത്താണ് ഇരുമ്പ് പൈപ്പുകൾ ഉറപ്പിച്ച കോൺക്രീറ്റ് ഭാഗങ്ങൾ ദ്രവിച്ചതുമൂലം റോഡിലേക്ക് വീണ് അപകടക്കെണിയായിരിക്കുന്നത്. ഇടുങ്ങിയ പാലത്തിലൂടെ രണ്ട് വലിയ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ അരികു കൊടുക്കാൻ സ്ഥലമില്ല. ഇതിനിടയിൽപ്പെടുന്ന കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാരുമാണ് പൈപ്പിൽ തട്ടി അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളത്. ഈ അടുത്തായി പാലത്തിന് മുകളിൽ പെയിൻ്റ് അടിച്ച് മോടി പിടിപ്പിച്ചുവെങ്കിലും അപകടകരമായ രീതിയിൽ കിടക്കുന്ന പൈപ്പുകൾ മാറ്റിയിടാൻ പൊതുമരാമത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. ഇരുവശത്തെയും പൈപ്പുകൾ റോഡിൽ നിന്ന് മാറ്റി പാലത്തിന് പുറത്തുള്ള വശങ്ങളിലൂടെ കൊണ്ടുപോയാൽ അപകട സാധ്യത കുറയ്ക്കാനാകും. പാലത്തിൽ നിന്ന് ക്ഷേത്രഭംഗിയും പുഴയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ എത്തുന്നവർ പൈപ്പിൽ തട്ടി മറിഞ്ഞു വീഴാവുന്ന നിലയിലാണിപ്പോൾ. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് വലിയ തിരക്കായിരിക്കും പാലത്തിലുണ്ടാകുക. അടിയന്തരമായി അപകടാവസ്ഥ മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാറ്റിലും മഴയിലും വീണ സ്വകാര്യ കമ്പനികളുടെ പരസ്യ ബോർഡുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കാത്തത് വാഹനങ്ങൾക്കും കൃഷിക്കും തടസ്സമാകുന്നു. കാഞ്ഞാണി പെരുമ്പുഴ മണലൂർ താഴം പടവിൽ 3 മാസം മുൻപേ കാറ്റിലും മഴയിലും വീണ 2 കൂറ്റൻ പരസ്യ ബോർഡുകളാണ് വീണുകിടക്കുന്നത്. മറ്റൊരു വലിയ പരസ്യ ബോർഡിന്റെ കാലുകളുടെ കോൺക്രീറ്റ് അടർന്ന അപകടാവസ്ഥയിലാണ്. പാടത്ത് ശക്തമായ കാറ്റ് വീശിയാൽ എപ്പോൾ വേണമെങ്കിലും ഇത് വീഴാം. പെരുമ്പുഴ 1-2 പാലങ്ങളുടെ മധ്യേ പടവിലേക്കുള്ള ഫാം റോഡിന്റെ അരികിലേക്കാണ് ഉൾത്തോടിനു കുറുകെ ഒരു പരസ്യ ബോർഡ് മറിഞ്ഞു കിടക്കുന്നത്. ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും പടവിലെ വിത കഴിഞ്ഞിട്ടും ഈ ബോർഡ് ഇതുവരെയും മാറ്റിയില്ലെന്ന് കൃഷിക്കാർ പറയുന്നു. വിത്തും വളവും കൊണ്ടുവരാനും പടവിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും ഫാം റോഡിനരികെ വീണ് കിടക്കുന്ന ഈ ബോർഡ് തടസ്സമാകും. പെരുമ്പുഴ 2-ാം പാലം ഹൈലെവൽ കനാൽ ബണ്ടിനടുത്തുള്ള വയലിലാണ് വലിയ മറ്റൊരു ബോർഡ് കാറ്റിൽ ഒടിഞ്ഞു കിടക്കുന്നത്. ഇതും നീക്കം ചെയ്തിട്ടില്ല. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷന്റെയും സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് TSGA സ്റ്റേഡിയത്തിൽ തുടക്കമായി. TSGA ചെയർമാനും മുൻ MP-യുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ പ്രസിദ്ധരായ വോളിബോൾ താരങ്ങളും ഇവിടെ ഒരു മണലിൽ ചെറിയ കവുങ്ങ് കൊണ്ടും മുള കൊണ്ടും ഗാലറി കെട്ടി ടൂർണമെന്റ് നടത്തിയപ്പോൾ വന്ന് കളിച്ച് പോയിട്ടുള്ള ആളുകളാണ്. ഈ അന്ന് സ്റ്റേഡിയം ഉണ്ടായിരുന്ന പ്രിയമുള്ള മക്കൾ വെറും പൂണി മണൽ പഞ്ചായത്ത്. ആ മണലിൽ ഞങ്ങൾ ചളി കൊണ്ടുവന്ന് മെഴുകും. അവിടെയാണ് കളി നടന്നത്. വലിയ മഴ പെയ്യുമ്പോഴും ആ മഴവെള്ളം പോകാൻ വേണ്ടി മരം അകത്തുണ്ടാകുന്ന മരത്തിൻ്റെ അറക്കപ്പൊടി കൊണ്ടുവന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി വെള്ളം വറ്റിച്ചിട്ടൊക്കെയാണ് ഞങ്ങളുടെ കളി നടത്തുന്നത്. വോളിബോൾ കളിച്ച് ടൂർണമെന്റുകൾ നടത്തി 5 രൂപയുടെയും 10 രൂപയുടെയും ചെയർ ഗാലറി ടിക്കറ്റുകൾ ഉൾപ്പെടെ വിറ്റ് അതിൽ നിന്ന് കിട്ടിയ ചെറിയ പൈസ സ്വരൂപിച്ച് 10 സെന്റ് 15 സെന്റ് 20 സെന്റ്. ഉദ്ഘാടന ദിവസം തൃശൂർ ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള നോർത്ത് സോൺ മത്സരങ്ങളും 2-ാം ദിവസം എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള സൗത്ത് സോൺ മത്സരങ്ങളും നടക്കും. 3-ാം ദിവസം നോർത്ത് സോൺ സൗത്ത് സോൺ മത്സര വിജയികൾ തമ്മിലുള്ള ഇന്റർ സോൺ മത്സരങ്ങളും നടക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് P ശിവകുമാർ, സെക്രട്ടറി ജോഷി ജോർജ്, TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, ട്രഷറർ ദിലീരത്നം, TR ബിന്നി, പരമേശ്വരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു.
കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണമേളം സംഘടിപ്പിച്ചു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ മുഖ്യാതിഥിയായി. അക്കാദമി ജില്ലാ പ്രസിഡന്റ് ചൊവ്വല്ലൂർ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജയശങ്കർ രാജഗോപാൽ, ട്രഷറർ പെരുവനം ഉണ്ണി, കല്ലേറ്റുങ്കര ഹരിശങ്കർ, ഊരകം രാഗേഷ്, സജേഷ് കുറുവത്ത് എന്നിവർ സംബന്ധിച്ചു. ജില്ലാ പ്രസിഡന്റ് കലാകാരന്മാർക്ക് ഓണപ്പുടവ നൽകി. തുടർന്ന് നടന്ന പാണ്ടിമേളത്തിൽ വെള്ളിത്തുരുത്തി ഉണ്ണിനായർ ഇടംതലയിലും പെരുവനം ഗോപാലകൃഷ്ണൻ വലംതലയിലും കീഴൂട്ടൻ നന്ദനൻ കുറുങ്കുഴലിലും കുമ്മത്ത് നന്ദനൻ ഇലത്താളത്തിലും മച്ചാടുണ്ണിനായർ കൊമ്പിലും പ്രാമാണിത്വം വഹിച്ചു. എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ കമ്മാറ ഹാളിൽ വെച്ച് ഓണാഘോഷം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചത് കൃത്യം 3 മണിക്ക് തന്നെ ഏകദേശം കുടുംബാംഗങ്ങളും മറ്റു കലാസ്വാദകരും എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമായ ഒരു പരിപാടിയായിരിക്കും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അത് ഇപ്രാവശ്യം ബ്രേക്കുകളൊക്കെ നമ്മൾ പരിഹരിക്കാൻ 100% ശ്രമിക്കും എന്നുള്ളത് കമ്മിറ്റി അംഗങ്ങൾക്ക് തന്നെ ഞങ്ങൾ. പ്രസിഡന്റ് PN സുജിന്ത് അധ്യക്ഷനായി. അസോസിയേഷനിലെ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് തിരുവഴഞ്ചേരി ശ്രീ പാർവതി കലാസംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, അംഗങ്ങളുടെ വടംവലി മത്സരം, വിവിധ കലാപരിപാടികൾ, ക്രൈസ്റ്റ് കോളേജ് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷഹന ഷാജു, KJ ക്ലെമന്റ്, ഗോപി ഞാറ്റുവെട്ടി, KT ജോൺസൺ, KK പവിത്രൻ, നരേന്ദ്രൻ കൊല്ലാറ, അബ്ദുൽ മജീദ്, ബെന്നി ആലപ്പാട്ട്, മുരളി തയ്യൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കിഴക്കുമുറി കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണാഘോഷം കാനാടിമഠം തറവാട് അമ്പലസന്നിധിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. സജിത്ത് കീഴുമായിൽ, സുഗതൻ കാരയിൽ, സദാനന്ദൻ കുണ്ടായിൽ, രാജി രാമൻകുട്ടി, പ്രസന്നൻ വേളേക്കാട്ട്, സുബി പാണപറമ്പിൽ, സത്യൻ കുണ്ടായിൽ എന്നിവർ നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെ കാനാടിമഠം ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് സുജിത് ലാൽ ആദരിച്ചു. അന്തിക്കാട് മഞ്ഞപ്പിത്തം തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് ദാനവും ക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ചു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് തട്ടാടി ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഹാള്, വളരെ വിശാലമായിട്ടൊരു ഹാള് ഇവിടെ പണിയാൻ സാധിച്ചു. ഇതൊക്കെ ഇതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള തലങ്ങളിലേക്കുള്ള ഉയർച്ചയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം, കേരളം എന്ന് പറഞ്ഞ് കേരളത്തിനെ മാത്രം എടുത്താൽ തന്നെ സംസ്കാരം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വളർന്ന് വലുതായിട്ടുള്ളത് ക്ഷേത്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ഓരോ സിറ്റിയുടെ നടുവെടുത്ത് നോക്കിയാൽ മതി. സെൻറ്റർ ഓഫ് ദി സിറ്റി, ഹാർട്ട് ഓഫ് ദ സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് സംസ്കാരം രൂപപ്പെട്ടിട്ടാണ് ആൾക്കാർ വളർന്ന്, ഇപ്പോഴല്ല പഴയകാല നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് സംസ്കാരം വലുതായി വരുന്നതും ഒരു ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷാധികാരികളായ ജോസ് വള്ളൂർ, രാംകുമാർ കാട്ടാനിൽ, അനിൽ മക്കോത്ത്, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, സെക്രട്ടറി ശശി പാലോളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്തിക്കാട് ടീം കൃഷ്ണകൃപയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ, തിരുവാതിര, കൈകൊട്ടികളി എന്നിവ അരങ്ങേറി. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സംഗമം സ്കൂളിലെ ജൂബിലി ഹാളിൽ വെച്ച് നടത്തി. അംഗങ്ങളായ അബിത, ഷീല, രാധിക, രജി, ജലജ, ശ്രീലത, സരസു തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അജിത് മാസ്റ്റർ, രഞ്ജൻ, ഉമേഷ് വെള്ളൂർ, രാജേഷ്, കണ്ണൻ മാരാത്ത എന്നിവർ സംസാരിച്ചു. കുടന്തല്ല, വടംവലി, സ്പൂൺ റൈസ് എന്നീ മത്സരങ്ങളുണ്ടായി. ഉച്ചഭക്ഷണത്തിനു ശേഷം കരോക്കെ ഗാനമേളയും അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. 35 വർഷം പിന്നിട്ടിരിക്കുന്നു. നമ്മൾ കാഴ്ചയിലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊക്കെ തന്നെ അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിലും ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ മനസ്സ് ആ കൊച്ചുകുട്ടിയുടെ ഒരു മനസ്സായിട്ട് മാറുന്നത്
ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നതാണ്. ഈ കൂട്ടായ്മ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച അല്പം ചില അംഗങ്ങളുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള അംഗങ്ങളുണ്ട്. അപ്പൊ ഏതൊരു കൂട്ടായ്മയിലും അവരെ പരാമർശിക്കാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച, അതിന്റെ പിന്നാമ്പുറത്ത് അതിനുവേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള ചില ആളുകളെ, പ്രത്യേകിച്ച് പുതുതായി നമ്മുടെ കൂട്ടായ്മയിൽ വന്നു ചേർന്നിട്ടുള്ള വലപ്പാട് ഗ്രാമപഞ്ചായത്ത് എടമുട്ടം ജനകീയ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എടമുട്ടം പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാസ്ക് ഓണാഘോഷം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 25 വർഷമായി നമ്മുടെ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ആ പ്രളയകാലത്തും അതുപോലത്തെ കോവിഡ് കാലത്തും ഒരു 3-4 വർഷത്തെ ഗ്യാപ്പാണ് നമ്മളുടെ പ്രോഗ്രസീവിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ഉണ്ടായിരുന്നത്. 20ാമത്തെ വർഷത്തിൻ്റെ ഓണാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഒരു സുദിനത്തിൽ നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തകർ, ഭാരവാഹികളും പ്രവർത്തകരും അടങ്ങുന്ന നമ്മുടെ പ്രദേശത്തെ നിവാസികളെല്ലാം ചേർന്നുകൊണ്ട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ കൂടിയായ ഞാനും അജ്ജുവും അടക്കം എടമുട്ടം വരെ ഘോഷയാത്രയായി പോയിക്കൊണ്ട് വർണ്ണശബളമായ ആഘോഷ വിരുന്ന് തന്നെ നമ്മുടെ ഈ മേഖലയിൽ കാഴ്ചവെക്കാൻ നമ്മുടെ എല്ലാ ക്ലബ് അംഗങ്ങളും നമ്മുടെ വാർഡ് നിവാസികളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഒരു ആഘോഷം നാസിക്കിൻ്റെ അകമ്പടിയോടുകൂടി ഒരു വിരുന്നാക്കി. 8ാം വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷനായി. രാവിലെ കുട്ടികളുടെ മത്സരങ്ങളും വൈകിട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാവേലിയും വേഷങ്ങളും അണിനിരന്ന ഘോഷയാത്രയും ഉണ്ടായി. തുടർന്ന് നടന്ന അനുമോദന സദസ്സിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ കൃഷ്ണാഞ്ജനെയും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ VS ആമുദയെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി TV കാർത്തികേയൻ, സെക്രട്ടറി ആകാശ് K പ്രമോദൻ, പ്രസിഡന്റ് മുഹമ്മദ് റിസാൽ, ട്രഷറർ TA അജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാവക്കാട് താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷവും പൊതുസമ്മേളനവും തളിക്കുളത്ത് നടന്നു. സംസ്ഥാന കൗൺസിലർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് TR വേണുഗോപാൽ അധ്യക്ഷനായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, ജില്ലാ ട്രഷറർ PV വിനോദ്, താലൂക്ക് സെക്രട്ടറി ബാബു, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ബിജു തളിക്കുളം, താലൂക്ക് ട്രഷറർ ധർമ്മജൻ, തളിക്കുളം ശാഖാ പ്രസിഡന്റ് ബാബു, എടമുട്ടം കഴിമ്പ്രം ശാഖാ പ്രസിഡന്റ് പ്രകാശൻ, ആൽത്തറ ശാഖാ സെക്രട്ടറി സുധീഷ്, തൊയക്കാവ് ശാഖാ പ്രസിഡന്റ് മധുബാൽ, തളിക്കുളം ശാഖാ മെമ്പർ ജീജ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. താലൂക്കിന്റെ സദസ്സായിട്ട് പോലും വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളത് ചാവക്കാട് പ്രസിഡന്റ് പറഞ്ഞു. 1968 രൂപീകൃതമായതിനു ശേഷം നമുക്കറിയാം NSS, SNDP നമ്മളെല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. അവരെല്ലാം വളർന്ന് പന്തലിച്ച് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന സമുന്നത സമുദായ സംഘടനകളായി മാറി. നമുക്കറിയാം നമ്മളെല്ലാവരും നേതാക്കളാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു നേതാവിനെയും അംഗീകരിക്കാനുള്ള മനസ്സാന്നിധ്യം നമ്മുടെ ആൾക്കാർക്കിടയിൽ ഇല്ലാതെ പോയതാണ്. ഇത്ര വർഷമായിട്ട് പോലും എവിടെ എത്താതെ. മണലൂർ ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയുടെ ഓണാഘോഷം ചമ്മണ്ട കുട്ടൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരക്കളി, കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ, നൃത്തങ്ങൾ എന്നിവ നടന്നു.
ഇടവേള. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നാട്ടിക ടാഗോർ കലാവേദി 200 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ വിതരണവും ഓണസമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. ഓണം അരികിറ്റിന്റെ വിതരണ ഉദ്ഘാടനം പ്രമുഖ പ്രവാസി വ്യവസായി ബാദുഷ സുൽത്താൻ നിർവഹിച്ചു. കലാവേദി പ്രസിഡന്റ് UK പ്രദീപ് അധ്യക്ഷനായി. സെക്രട്ടറി TV ശ്രീജിത്ത്, പ്രോഗ്രാം കോർഡിനേറ്റർ PM സിദ്ദീഖ്, ലെനീഷ് കുട്ടാപ്പു, PV ശ്രീജൻ, രമേശ് ഐനിക്കാട്ട്, CM ഇസ്മായിൽ, KK രവി, മുജീബ് പോക്കു, സജിത്ത് ഉണ്ണിമോൻ, സുധീർ കല്ലിപ്പറമ്പിൽ, കണ്ണൻ CR, മിജു തളിക്കുളം, ഷൈജൻ PV, രമേശ് തൃപ്രയാറ്റ്, അനീഷ് കേശു, ഷിനു TA, പ്രഭാകരൻ കാട്ടുങ്ങൽ, ഷാജു തൃപ്രയാറ്റ്, സന്തോഷ് കൊല്ലംപറമ്പിൽ, ലാൽമോൻ എന്നിവർ നേതൃത്വം നൽകി. ടാഗോർ കലാവേദി നടത്തിയ ഓണസമ്മാന കൂപ്പൺ വിജയികൾക്ക് വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, സൈക്കിൾ, സീലിംഗ് ഫാൻ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പ് തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ വരുന്ന ബാലൻസ് വരുന്ന പൈസ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാതെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു നല്ല കാര്യമായിട്ട് തോന്നി. 4 പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്.
അത് 0 ബാലൻസിലേക്കാണ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ടാഗോർ കലാവേദി ചെയ്യണം. ചെറുപ്പക്കാരുടെ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ടാഗോർ കലാവേദിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. കാരമുക്ക് ഗ്രാമീണ കലാകായികവേദി ഓണാഘോഷ പരിപാടികൾ നടത്തി. തിരുവോണനാളിൽ ചാഴൂർ സ്വസ്ഥ കലാവേദി, നടുവിൽക്കര അന്നപൂർണേശ്വരി കലാവേദി എന്നീ സംഘങ്ങൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും, രണ്ടാം നാളിൽ രാവിലെ പൂക്കള മത്സരം, കസേരകളി, കുടന്തല്ല്, വടംവലി എന്നിവയും, വൈകിട്ട് ടീം മയൂഖ അവതരിപ്പിച്ച ഓണക്കളിയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷ പരിപാടികളുടെ അവസാന ദിവസമായ മൂന്നോണം നാളിൽ ഉച്ചയ്ക്ക് പടിയം ഇന്ദ്രപുരി കലാവേദി, മുളകര മൈത്രി കലാവേദി എന്നീ സംഘങ്ങൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി എന്നിവയുണ്ടായി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം വടക്കേ കാരമുക്ക് സെയിന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ പ്രതീഷ് കലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മത്സര ഇനങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ശലീൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമത്തിലെ നവകവി VS പ്രദീപിന് സ്നേഹാദരം നൽകി ആദരിച്ചു. പരിപാടികൾക്ക് രക്ഷാധികാരികളായ CA മുരളി, VK സുദേവൻ, TS രാജൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, ഗ്രാമീണ കലാകായികവേദി പ്രസിഡന്റ് PN നിതിൻ, സെക്രട്ടറി CM ശ്യാം, ട്രഷറർ AS അമൽ, ജോയിന്റ് സെക്രട്ടറിമാരായ VJ ആദിദേവൻ, വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി. അവിടെ കൂട്ടായ്മകളും ഓണാഘോഷങ്ങൾ നടക്കാറുണ്ട്. സത്യത്തിൽ ഇത്രയും വിപുലമായ പരിപാടികളാണ് ഈ 3 ദിവസങ്ങളിലൂടെ നടക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഇപ്പോഴല്ല, ഇതിന് മുൻപേ വന്ന് ചേർന്നിട്ടുണ്ട്. അത് വലിയ മിസ്സിംഗായിട്ട് തോന്നുന്നു. ഇനി അടുത്തൊരു വർഷം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള പരിപാടികളൊക്കെ കൂടുതൽ പങ്കെടുക്കാനായിട്ട് വരാം എന്നതൊരു വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. 38 വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഓണാഘോഷത്തോടനുബന്ധിച്ച് മറ്റ് ഉത്സവങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഇങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും ഒരു വേദി ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പേരൊക്കെ മറ്റ് തിരക്കുകളും ഫോണുകളും ടെലിവിഷനൊക്കെ മാറ്റിവെച്ച് ഈ ഒരു കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ ഇങ്ങനെ ഈ ഒരു സായാഹ്നത്തിന്റെ സൗഹൃദം പങ്കിടാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. തുമ്പപ്പൂ സൗഹൃദ കൂട്ടായ്മ ഓണോത്സവം സംഘടിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റും ക്ലാസിക്കൽ ഡാൻസറുമായ നിരഞ്ജൻ ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് പ്രതാപൻ പേരോത്ത് അധ്യക്ഷനായി. രക്ഷാധികാരി അംബുജാക്ഷൻ പച്ചാമ്പുള്ളി, PV പ്രദീപ് മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ S കുമാർ അന്തിക്കാട്, സെക്രട്ടറി അരുൺകുമാർ പാങ്ങാടത്ത്, ട്രഷറർ ഗിരിജ വേലായുധൻ, വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുധാകരൻ, ജോയിന്റ് സെക്രട്ടറി മനീഷ് പച്ചാമ്പുള്ളി, മണികണ്ഠൻ പത്താടത്ത്, രാജേഷ് പുളിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഖാദർ സെന്ററിൽ നിന്ന് വിളംബര ഘോഷയാത്രയും ഉണ്ടായി. നിരഞ്ജൻ ശ്രീലക്ഷ്മിയെയും അംബുജാക്ഷൻ പച്ചാമ്പുള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു. ദേവസർഗ കുരിക്കുഴി, വിഘ്നേശ്വര കോനിക്കര, തുമ്പപ്പൂ എന്നീ ടീമുകളുടെ വീരനാട്യം, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറി. തന്റെ മോനെ കണ്ടു, താടി മുടി വളർത്തി ആളാ ഞാൻ മാറിപ്പോയി. തന്റെ മോന്റെ പേത്ത് ബാധ കയറിക്കാം. എല്ലാം ഒരു ദൈവാദിനം, ഭാഗ്യദോഷം. അന്നാ ഞാനങ്ങോട്ട്. താങ്ക് യു. തൊട്ടു പിന്നാലെ മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് രൂപം നൽകിയ ശ്രീ ലാലു അലസ് ചേട്ടനാണ്. നിങ്ങളുടെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്ത് ശവിച്ചേട്ടൻ അന്തിക്കാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന കുടുംബത്തിലെ ചെറിയ ഒരു ഡയലോഗ് ഞാൻ ഡബ് ചെയ്തിരുന്നു. ശ്രീ ലാലു അലസ് ചേട്ടൻ്റെ. ഞാൻ ലാലു ചേട്ടൻ്റെ ഒന്ന് ഡയലോഗ് അവതരിപ്പിക്കുകയാണ്. വലപ്പാട് 3-ാം വാർഡ് NCVയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. അനുപമ അംഗൻവാടി പരിസരത്ത് വെച്ച് നടന്ന ഓണാഘോഷത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. 2 ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികളിൽ 1-ാം ദിവസം കുട്ടികൾക്കായുള്ള പരിപാടികളും 2-ാം ദിവസം തൃശിവ കലാവേദി നാട്ടിക, വിഘ്നേശ്വര വലപ്പാട് ബീച്ച്, ബ്രഹ്മാനന്ദ തളിക്കുളം എന്നീ ടീമുകളുടെ നേതൃത്വത്തിൽ ഓണക്കളി മത്സരവും നടന്നു. 1-ാം സമ്മാനത്തിന് അർഹരായ ടീം തൃശിവയ്ക്ക് 4-ാം വാർഡ് മെമ്പർ EP അജയഘോഷ് 5001 രൂപയും ട്രോഫിയും നൽകി. രണ്ടാമതെത്തിയ ടീം വിഘ്നേശ്വരയ്ക്ക് 2501 രൂപയും ട്രോഫിയും പ്രകാശൻ വലപ്പാടും, 3-മതെത്തിയ ടീം ബ്രഹ്മാനന്ദയ്ക്ക് 1501 രൂപയും ട്രോഫിയും സൂര്യ സുജിത്ത് നൽകി. ഭാരവാഹികളായ ശബിത പ്രജീഷ്, സൂര്യ സുജിത്ത്, നിത്യ ജ്യോതിഷ്, വർഷ മനേഷ്, നേഹ മിഥുൻ, വസന്ത മണികണ്ഠൻ, ഓമന ഉത്തമൻ, സിന്ധു ഗിരീഷ്, ഷാജി പാങ്ങാട്ട്, പ്രകാശൻ വേളു, ഷൈനി സുജിത്ത്, ശ്രീകുട്ടി ഷബീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
നബിദിനാഘോഷത്തിന്റെ ഭാഗമായി തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മ മിലാദ് നൈറ്റ് നടത്തി. നസീബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബഷീർ അഹ്സനി നിർവഹിച്ചു. ഷാജു മാസ്റ്റർ അധ്യക്ഷനായി. തസ്കിയത്ത് കൂട്ടായ്മ സെക്രട്ടറി ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുണ്ടായ വയനാടുണ്ടായ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നടത്തണം എന്ന പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും നിർദ്ദേശമനുസരിച്ച് മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ജാസിർ ഹുസൈൻ ഖിറാഅത്ത് അവതരിപ്പിച്ചു. മുനീർ ഉസ്താദ് പ്രാർത്ഥന നടത്തി. ഹാഷിം, മെഹബൂബ് തങ്ങൾ, ഷഹബു, ഷബീബ് തങ്ങൾ, ഹാസിം, റസാഖ്, നിയാസ്, റഫീഖ് തങ്ങൾ, അൻവർ, ഷംസുക്ക, ഫൈസൽ ഉപ്പാവ എന്നിവർ സംസാരിച്ചു. തസ്കിയത്ത് കൂട്ടായ്മ മക്കളുടെ ദഫ് പ്രോഗ്രാം, ഫ്ലവർ ഷോ, ടീം പള്ളിക്കുന്നിന്റെ ദഫ് പ്രോഗ്രാം, നൂറുൽ ഹിദായ ടീമിന്റെ ദഫ് പ്രോഗ്രാം, കുട്ടികളുടെ കലാപരിപാടികൾ, മദ്ഹ് ഗാനത്തിന്റെ ഈരടികളുമായി ഷഹബാൻ ദഫ് സംഘം ചളിങ്ങാടിന്റെ സ്പെഷ്യൽ ദഫ് പ്രോഗ്രാം എന്നിവയുണ്ടായി. തുടർച്ചയായ 20ാം വർഷവും പാലപ്പെട്ടി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണസ്മൃതി 2024 ഓണാഘോഷ പരിപാടികൾ പാലപ്പെട്ടി ക്ഷേത്ര മൈതാനിയിൽ നടന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും തിരുവാതിരക്കളികളും മറ്റ് ഓണമത്സരങ്ങളും നടന്നു. സമാപന യോഗം പാലപ്പെട്ടി ക്ഷേത്രം ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത് ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MS ശരത് അധ്യക്ഷനായി. ക്ലബ്ബ് പ്രസിഡന്റ് UR രാകേഷ്, ഓണാഘോഷ കമ്മിറ്റി സെക്രട്ടറി UR വിഘ്നേഷ്, വൈസ് പ്രസിഡന്റ് സിജിത സുനിൽ, ക്ലബ്ബ് രക്ഷാധികാരി സുമേഷ് പാനാട്ടിൽ, പാലപ്പെട്ടി ക്ഷേത്രം മേൽശാന്തി പ്രദോഷ് ശങ്കർ, രൂപേഷ് ചക്കമാട്ടിൽ, ജയൻ വല്ലത്ത്, ഗംഗാധരൻ, മനോജ് മാരാത്ത്, അനൂപ് തോട്ടാരത്ത്, പ്രതീഷ് ശാർക്കര, മിഥുൻ മംഗലംപുള്ളി, രതീഷ് കോന്നംപറമ്പത്ത് എന്നിവർ സംസാരിച്ചു. സ്മിത റെജി, സുസ്മി ഹർഷ, കവിത TM, മിഥുൻ CM, ബിപിൻ ദാസ്, ഷമീർ, ഷെരീഫ്, ശരണ്യ രതീഷ്, കിരൺ TM എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ കടവിൽ രാമന്റെ മകൻ നരേന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വലപ്പാട് കരയാമുട്ടം UP സ്കൂളിലെ അധ്യാപകനായിരുന്നു. കലാകായിക സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു. SNDP യോഗം ആയിരങ്കണ്ണി ശാഖയുടെ സ്ഥാപക സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം ശാഖയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. തൃത്തല്ലൂർ ശാഖയുടെ സെക്രട്ടറിയുമായിരുന്നു. ആയിരങ്കണ്ണി ബ്രദേഴ്സ് സൊസൈറ്റിയുടെ മുൻ സെക്രട്ടറിയും രക്ഷാധികാരിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ കമലാബായി ടീച്ചർ, മക്കൾ സോന പ്രവീൺ, സാര വിനീത്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ. വാടാനപ്പള്ളി തൃത്തല്ലൂർ വെസ്റ്റ് ചാളിപ്പാട്ട് പരേതനായ കറപ്പന്റെ മകൻ ഗോപിനാഥൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാടാനപ്പള്ളി കയർ സഹകരണ സംഘം, വാടാനപ്പള്ളി സർവീസ് സഹകരണ സംഘം എന്നിവിടങ്ങളിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. ഭാര്യ കനക, മക്കൾ ഷജിത, ഷീജ, ഷിനോജ്. മരുമക്കൾ കിഷോർ, സുരേഷ്, വിനീത ലക്ഷ്മി. വാടാനപ്പള്ളി ഫറൂഖ് നഗർ പടിഞ്ഞാറ് ഭാഗം ഗോൾഡൻ വളവിൽ താമസിക്കുന്ന വലിയകത്ത് പരേതനായ കൊച്ചുമോന്റെ മകൻ ബഷീർ അന്തരിച്ചു. മക്കൾ ഷമീർ, ഷെബീർ. മുറ്റിച്ചൂർ ജുമാഅത്ത് പള്ളിക്ക് തെക്കുവശം കീഴുവാലപ്പറമ്പിൽ കുഞ്ഞിമൊയ്തു മകൻ സെയ്തലവി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഭാര്യ റുക്കിയ, മക്കൾ ആസിഫ്, ഷാഫി, ഷാമിൽ. മരുമക്കൾ ഫെബി, ഫർസീന, ജഹാന. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 8 മുറ്റിച്ചൂർ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന തൃപ്രയാർ പാലത്തിലെ ഇരുമ്പ് പൈപ്പുകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കർഷകർക്ക് തടസ്സമായി കാഞ്ഞാണി പെരുമ്പുഴ മണലൂർ താഴം പടവിൽ മറിഞ്ഞു വീണു കിടക്കുന്ന പരസ്യ ബോർഡുകൾ. സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.